ഹായ് ഓൾ, എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഇതുപോലത്തെ കവറുകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണല്ലേ. ഇപ്പോൾ പ്ലാസ്റ്റിക് കവറൊക്കെ നിർത്തിയതുകൊണ്ട് ഇതുപോലെ തുണി പോലെ തോന്നിക്കുന്ന ഈ ഒരു ടൈപ്പ് കവറുകൾ. അപ്പോൾ ഈ ഒരു കവർ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്, നല്ല ഭംഗിയിൽ വരുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു കവർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒരു ലോങ് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ കണ്ടോ, ഇതേപോലെ ലോങ് സ്ട്രിപ്പ് എടുത്തതിന് ശേഷം ഇതിനിതാ ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. എല്ലാം ഒരേ ലെവലാക്കി കൊടുത്ത് മടക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യും. ലെവലൊന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം എന്താ ഇങ്ങനെ ചെറിയ സ്ലിറ്റുകൾ പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ കട്ടിങ്സ് കൊടുക്കുകയാണ്. അതായത് ആ ഒരു ഇതിൻ്റെ ഒരു ക്വാർട്ടർ ഭാഗത്തിനേക്കാളും കൂടുതൽ നിർത്തിയിട്ട് ബാക്കി ഭാഗങ്ങൾ ഫുൾ ഇങ്ങനെ കട്ട് ചെയ്യാണ്. ചെറിയ കട്ടിങ്സ് കൊടുക്കുക കേട്ടോ. അതായത് വിട്ട് കുറച്ച് കട്ട് ചെയ്യുക. ഇനി താഴത്തെ ഈ ഒരു ഭാഗം നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, ലെങ്ത് ശരിയല്ലെങ്കിൽ. അപ്പോൾ കണ്ടല്ലോ, ഇത് നിവർത്തി കാണിച്ചു തരാം എങ്ങനെയായിരിക്കാന്ന്. ഇതേപോലെ ഇരിക്കും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു ലോങ് സ്ട്രിപ്പാണ് നമ്മൾ മടക്കി കട്ട് ചെയ്തത്. ഒറ്റയടിക്ക് മടക്കി കട്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ മടക്കി കട്ട് ചെയ്തത്. ഇനി ഞാൻ എടുക്കുന്നത് ഡബിൾ സൈഡ് ടേപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലത്തെ ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലെങ്കിൽ സെല്ലോ ടേപ്പ് കുറച്ച് നീളം കൂട്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഗ്ലൂ യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മളൊരു പേപ്പർ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. പേപ്പർ കൊണ്ട് നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കില്ലേ, അതേപോലത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ആദ്യം തുടക്കം നമ്മളൊന്ന് ചുറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മളിതാ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഡബിൾ സൈഡ് ടേപ്പൊക്കെ ആണെങ്കിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് അധികമായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റാക്കി ഒട്ടിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടിക്കുന്ന ഭാഗത്തെ മാത്രം അടുത്ത ടേപ്പ് ഒട്ടിച്ച് കളഞ്ഞാൽ മതി, വലിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. ഒന്നിച്ച് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലാത്തൊരു സെല്ലോ ടേപ്പ് കുറച്ച് നീളത്തിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതായത് സെല്ലോ ടേപ്പ് ഒരത്തിൽ ഒട്ടുമ്പോൾ അവിടെ ഒട്ടിയിരിക്കുമല്ലോ, നല്ല സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ലെങ്ത്തിൽ കിട്ടും. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞാൽ മതി, ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ സ്റ്റിക്കുമ്പോൾ ഗ്ലൂ ഇട്ടതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുക ഇത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് കൂട്ടുകാർക്കൊന്ന് ഹായ് പറയാം അല്ലേ. ഹായ് ശിവപ്രിയ, ഹായ് റിത, ഹായ് ദേവിക ദേവൂസ്, ഹായ് വേദ. ബാക്കിയുള്ള കൂട്ടുകാർക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. കുറച്ച് പേർക്കായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവാതിരിക്കാനാണ്. ആരും വിഷമിക്കരുത്, എല്ലാവരുടെ പേരുകളും പറയുന്നതായിരിക്കും കുറച്ചായിട്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചുറ്റി ഏകദേശം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ളതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് പല കളേഴ്സിലൊക്കെ നമുക്ക് കിട്ടും, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇപ്പം നമ്മുടെ ചില ഇതിൽ കട്ടിങ്സ് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പം അങ്ങനെ വരാത്തതുണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അതായത് വിഡ്ത്ത് കുറവായിരിക്കും, അപ്പോൾ എല്ലാതും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതാ ഇവിടെ കുറച്ച് ഗ്ലൂ ഒട്ടിക്കുകയാണ്. നമ്മുടെ സ്റ്റെമ്മ് പോലെ ഉണ്ടാക്കാനാണ്. അതിനായിട്ട് ഗ്രീൻ കളറ് ഒരു പേപ്പർ എടുത്തിട്ട് സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ്. അത് കുറച്ച് ഗ്ലൂ നമ്മുടെ സ്റ്റിക്കും ഒട്ടിച്ചു. അതിനുശേഷം ഗ്രീൻ കളർ ടേപ്പ് ഇല്ലാത്തവർക്ക് ഇതേപോലെ കുറച്ച് ഗ്ലൂ ഇട്ടതിന് ശേഷം ഒരല്പം മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് ആ ടേപ്പ് ഒട്ടിക്കുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ റോൾ ചെയ്ത് കൊടുത്ത് സ്റ്റെം ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ ഗ്രീൻ കളർ പേപ്പറും ഇല്ല, ഗ്രീൻ ടേപ്പും ഇല്ല എന്നുണ്ടെങ്കിൽ, ഫ്ലോറൽ ടേപ്പ് ഉണ്ടല്ലോ ഗ്രീൻ, അതും ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നവർക്കുള്ള വേറൊരു ഐഡിയ ഞാൻ കാണിക്കാം. അത് അടുത്ത വീഡിയോകളിൽ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിതാ ഫുള്ളായിട്ട് ചെയ്തെടുത്തു. അപ്പം നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റിക്ക് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് ഒരു ലീഫ് എടുക്കാം. ലീഫിന് വേണ്ടി ഞാൻ ഇതേപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തേക്കാണ് ഗ്രീൻ. എന്നിട്ട് ഇതിനെന്താ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിക്കിന് കുറച്ച് ചെറിയ ലീഫ് മതിയായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് ഇതേപോലെ ചെറുത് കട്ട് ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ വലിയ പീസ് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്യാം. അധികം ഇങ്ങനത്തെ ഫ്ലവറുകൾക്ക് ഇങ്ങനത്തെ ലീഫാണ് കണ്ടിട്ടുള്ളത്. ഇനി ഇത് ആദ്യം തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആദ്യമേ അതിൻ്റെ ഒരു ഭാഗം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ലീഫ് ഷേപ്പിലോട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്തൊരു ലീഫിൻ്റെ ഷേപ്പിലോട്ട് കൊടുക്കുക. ഫുൾ ഭാഗം നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗം പകുതിക്ക് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചിട്ട് ഈ ഒരു എൻഡ് വരുന്ന ഭാഗം കണ്ടോ, ഇവിടെയും നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഷേപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഷേപ്പ് കട്ട് ചെയ്ത് ലീഫിൻ്റെ ഷേപ്പ് അറിയാമല്ലോ. അപ്പോൾ അതേപോലെ ഒന്ന് ജസ്റ്റ്
കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ പീസാകുമ്പോൾ നമുക്ക് ഒറ്റ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ തന്നെ ഇതേപോലത്തെ നീളത്തിലുള്ളൊരു ലീഫിൻ്റെ ഇത് കിട്ടും. അപ്പോൾ ഇത് നമ്മളിതാ ഇതേപോലെ കട്ട് ചെയ്ത് കണ്ടോ, താഴെ നമ്മൾ കുറച്ച് ലെങ്ത്തിൽ എടുത്തിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഇതിൻ്റെ കളർ ഗ്രീൻ അത്രയും കൂടെ പെർഫെക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സാപ്പ് ഗ്രീൻ കളർ അതിൻ്റെ മുകളിൽ ഒന്ന് അടിച്ചു കൊടുത്തു കേട്ടോ, സ്റ്റെമ്മിൻ്റെ കളർ ഒന്ന് ഡിഫറെൻ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതാ കുറേ അധികം നമ്മൾ സ്റ്റിക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലീഫ് ഒട്ടിക്കുകയാണ്. ലീഫ് ഇതാ ഇതേപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒട്ടിക്കുമ്പോൾ കുറച്ച് ലെങ്ത്തിൽ വെക്കാൻ പറഞ്ഞത് അതിനാണ്, ആ ഒരു ഭാഗം നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ലീഫ് കണ്ടോ, ഇങ്ങനെ അത് നമ്മളിങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞ് നല്ല വൃത്തിക്ക് നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ച് എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചുറ്റി വെക്കാനും കൂടെ ഈസിയാണ്. ഗ്ലൂ ഒട്ടിയാലാണ് ഇത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യമുള്ളതിനൊക്കെ ലീഫ് വെച്ച് കൊടുക്കുക, എണ്ണം കൂടുതലോ കുറച്ചൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഒരു ലീഫിൻ്റെ ഭാഗം കൂടെ കുറച്ച് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ ആയിട്ട് നിൽക്കുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് എടുത്തറിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതുമല്ലും കൂടെ ഗ്രീൻ അടിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ കളർ കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ചെയ്താൽ മതി കേട്ടോ, തുടക്കത്തിലേ ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. വളരെ ഈസിയല്ലേ ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കും ഇതുപോലത്തെ കവറുകൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലെങ്ത്ത് കൂടുതലായിട്ട് വേണമെങ്കിൽ സ്റ്റിക്കൊന്ന് ലെങ്ത്ത് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.